സ്വാഗതം. ഈ ട്രെയിനർ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒരു ക്ലയൻസിനെ കണ്ടാൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യുക. അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമ്മൾ അവരിൽ നിന്ന് മനസ്സിലാക്കുക. ഡോക്ടേഴ്സിൻ്റെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുള്ളതെല്ലാം നമ്മൾ റിപ്പോർട്ടായിട്ട് നമ്മൾ എഴുതിയെടുക്കുക. എന്നിട്ട് വേണം ആ ലൈൻസിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് എങ്ങനെയുള്ള വർക്കൗട്ടുകൾ കൊടുക്കാനാണ് നമ്മൾ തീരുമാനം. എല്ലാം വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നത്. കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഓരോ ലൈൻസിനെയും അവർക്ക് വേണ്ട പരിശീലനം നൽകാൻ പാടുള്ളൂ. എല്ലാവർക്കും ഒരേപോലെയുള്ള പരിശീലനമല്ല. ഓരോ ലൈനിനെയും പ്രത്യേകം അറിഞ്ഞ് അവർക്ക് വേണ്ട ഗൈഡ് ലൈൻ ചെയ്തതിന് ശേഷം മാത്രമേ എക്സസൈസുകൾ ചെയ്യുകയുള്ളൂ. അവരുടെ ഫുഡ് ഹാബിറ്റ് എങ്ങനെ ഉള്ളതായിരിക്കണം, ഇന്നത് കഴിക്കാവുള്ളൂ എന്ന് കൃത്യമായി അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. നമുക്ക് ആരോഗ്യത്തോടുകൂടി ഇരിക്കുക. അതിന് നമുക്ക് ചെയ്യേണ്ട എക്സസൈസുകൾ എന്തെല്ലാം കാര്യങ്ങളാണ്. ബില്ലി ഫാറ്റ് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഷേപ്പായി വരുന്ന ഒരു ശരീരം ഷേപ്പായി വരുന്ന അവനവന് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇടാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകാൻ വേണ്ടി. അപ്പോൾ അത് ഫാറ്റായിരിക്കുമ്പോൾ നമ്മുടെ ശരീരം തടിച്ചിരിക്കുമ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതെല്ലാം കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കുവാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും മോസ്റ്റ് വെൽക്കം. ആദ്യം നമ്മൾ പൾസ് റേറ്റ് ചെക്ക് ചെയ്യുക 10 സെക്കൻഡ്. അതിന് ശേഷം ഡൈനാമിക് എക്സസൈസ്. അത് റൊട്ടേഷൻ എക്സസൈസ്, ഹോൾ ബോഡി റൊട്ടേഷൻ എക്സസൈസ്. ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ്. നെക്സ്റ്റ് ഫുൾ ആം റൊട്ടേഷൻ ചെവിയോട് ചേർത്ത് മുന്നോട്ട് നല്ലവണ്ണം ചെയ്യും. Next hip rotation, side നല്ലവണ്ണം body straight hip മാത്രം ചെയ്യുക. നെക്സ്റ്റ് ലെഗ്, നമ്മുടെ ടോ റൈറ്റ് ഫോർവേഡ് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും പിന്നെ ഹോൾ ബോഡി സ്ട്രെച്ചിങ് എക്സസൈസ്. വീണ്ടും നമ്മൾ 10 സെക്കൻഡ് പൾസ് റേറ്റ് ചെക്ക് ചെയ്യുന്നു. അതിന് ശേഷം മാത്രമേ നമ്മൾ ജിമ്മിൽ ഉള്ള വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓരോ ദിവസം കൊടുക്കുന്ന വർക്കൗട്ടുകൾ ചെയ്യുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ നാം ചെയ്തിരിക്കണം. ഇനി അടുത്തത് ഒരു 10 ടൈംസ് ടോപ്പ് നെക്സ്റ്റ് നമ്മളുടെ സൈഡിലോട്ട് ഷോൾഡർ ലെവലിൽ കാലുകൾ വെച്ചിട്ട് സൈഡിലോട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യും. നല്ലവണ്ണം ബോഡി നല്ലവണ്ണം നമ്മൾ സ്ട്രെച്ച് ചെയ്യണം. പങ്കെടുക്കുന്നത് നേരെ ഓപ്പോസിറ്റ് നെക്സ്റ്റ് നെക്സ്റ്റ് ഫ്രണ്ടില് ബാക്ക് സൈഡ്
ഇതിലേക്ക് നമ്മൾ നല്ലോണം സ്ട്രെച്ച് ചെയ്യണം. ഇതിന് ശേഷം മാത്രമേ നമ്മൾ വർക്കൗട്ട് വേണ്ടി പോകാവുള്ളൂ. ഇത് മാത്രമേ നമുക്കത് ഗുണകരമായി ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ് ടോ അപ്പ് ആൻഡ് ഡൗൺ. രണ്ട് കാലും ഇനി നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഫസ്റ്റിൽ നമ്മുടെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, കമൻസ് ബോക്സിൽ ഇടുക.